വെൽക്കം ബാക്ക് ടു എൻജെ. അടുത്തതായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ലീഡർ മൂവിയുടെ ഒഫീഷ്യൽ ടീസറാണ്. നമ്മുടെ ലെജൻ ശരവണൻ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന മൂവിയാണ്. ഗിബ്രനാണ് മ്യൂസിക്. RS സെന്തിൽ കുമാർ അങ്ങനെ എന്തോ ഡയറക്ടറിന്റെ പേര്. കഴിഞ്ഞ തവണ നമ്മൾ ഇതിന്റെ ഗ്ലിംസ് എന്തോ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലെജൻ ശരവണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് മുന്നേ കേട്ടിരിക്കുന്നത് കൂടുതലും ട്രോളിലൂടെയാണ്. ട്രോളും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ലെജൻഡ് തന്നെ മൂവി ഇറങ്ങിയ സമയത്ത് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ഗ്ലിംസ് വീഡിയോ കണ്ടപ്പോൾ ഓവർ ട്രോളാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നില്ല. സിനിമാറ്റിക് ആയിട്ടുള്ള എലമെന്റും പിന്നെ അതുപോലെ ആ ഒരു ടീസർ, ഒരു ഗ്ലിംസിന് വേണ്ടുന്ന എല്ലാ നല്ല രീതിയിലുള്ള ഒരു മാസ് എലമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം പ്രോമിസിങ് ആയിരുന്നു. അപ്പം ആ പടത്തിന്റെ ടീസറാണ് വന്നിരിക്കുന്നത്. ഇതും വന്നിട്ട് ഏകദേശം കുറച്ച് സായി. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ബാക്കി കണ്ടതിന് ശേഷം പറയാം എന്താണെന്നുള്ളത്. എന്തായാലും മറ്റേത് നല്ല റെസ്പോൺസ് ആണ്. നമുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഗ്ലിംസ് ഇറങ്ങിയ സമയത്ത്. അപ്പൊ നമുക്ക് കണ്ടുനോക്കാം ടീസർ. என் பொண்ணு கூட நான் இருக்கணும். அதுக்காக இந்த உலகத்தையே எதிர்க்க சொன்னாலும் எதிர்த்து நின்று ஜெயிப்பேன். ஓ, டாடி கேரக்டரா? ஆண்ட்ரியா சத்யவேல். ഓ കൊള്ളാലോ ട്രെയിലർ, സോറി ടീസർ. ഒരു എലമെന്റ്, നല്ല എലമെന്റ്സ് ആണല്ലോ കാണിക്കുന്നത്, വൃത്തിക്ക് കാണിക്കുന്നത്. സ്കോർ ഓ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നന്നായിട്ട് നന്നായിട്ട് തന്നെ വന്നു. കാരണം കുറെ ഇട്ട് വെറുപ്പിക്കാതെ, കുറെ സീനുകളായിട്ട് കാണിക്കാതെ, കാണിക്കേണ്ട സീനുകൾ മാത്രം കാണിച്ച് അതിൻ്റെ അകത്ത് ആ എലമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഒരു ടീസറിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, ഒരു ത്രിൽ എലമെന്റ് വേണം, നമുക്ക് ആ പടം കാണാൻ തോന്നണം. അപ്പൊ അങ്ങനെയുള്ള എലമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുള്ള ഒരു ടീസർ. ഒന്നും നെഗറ്റീവ് പാട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി നല്ലതാണ്. ടീസറിൻ്റെ അകത്ത് പടം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്താന്നുള്ളത്. പക്ഷെ ടീസറിൽ ഗംഭീരമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രിയയുടെ റോള്, ആൻഡ്രിയ ഇങ്ങനെയുള്ള റോളുകൾ നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്, കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരു നല്ല ടീസർ, ഒരു ഡീസന്റ് ടീസർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ കൂടുതലൊന്നും പറയാനില്ല. കാരണം ഭയങ്കര എന്തോ ഒരു സാധനം ഉണ്ടോ ചോദിച്ചാല് ഉണ്ടോ ഇല്ലയോ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാല് ഏകദേശം കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. കാരണം അച്ഛൻ മകളെ രക്ഷിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ മകൾക്ക് അച്ഛൻ ഭയങ്കര ഹീറോ ആവുന്നതും എല്ലാം അങ്ങനത്തെ ഒരു ടോപ്പിക് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ചെറിയൊരു സിമിലാരിറ്റി നമ്മുടെ തെറി മൂവി ആയിട്ടൊക്കെ തോന്നും. ആ ഒരു എലമെന്റ് ഒക്കെ എവിടേക്കോ അടിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ആക്ഷൻ മൂവി ആയിരിക്കും. തിയേറ്ററിൽ ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല, സംഭവം കളറായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതാണല്ലോ, ആ എലമെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോറിയും സംഭവങ്ങളൊക്കെ നമുക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി തിയേറ്ററിൽ ആ ഒരു എൻജോയ്മെന്റ് കിട്ടാൻ വേണ്ട, ആ ഒരു എൻജോയ്മെന്റ് ഗൂസ് ബംസ് സാധനങ്ങളൊക്കെ തിയേറ്ററിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ പടം നോക്കേണ്ട ആവശ്യമില്ല. പടം എന്തായാലും ഹിറ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കിതാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളെ കമന്റിൽ അറിയിക്കാം. അത്രേ ഉള്ളൂ. ബൈ.